കോളേജിൽ കോഴ വാങ്ങി നിയമനം നടത്താൻ നീക്കമെന്നാരോപിച്ച് ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിന് മുൻപ് നൽകിയ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ ബോർഡിലെ സർക്കാർ പ്രതിനിധിക്കാണ് കത്ത് നൽകിയത്. MK ധനേഷ്, ഭരത് D പൊതുവാൾ എന്നിവർ കോഴ നൽകിയെന്നും ഇവർക്ക് നിയമനം നൽകാനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കരുതെന്നുമായിരുന്നു കത്തിലെ ആവശ്യം. AK അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, മാടായി കോളേജിലെ നിയമനം വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ കോഴ വാങ്ങി നിയമനം നടത്താൻ നീക്കമുണ്ട് എന്ന് നേരത്തെ തന്നെ ഉദ്യോഗാർത്ഥികൾ നൽകിയ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇവരുടെ സംശയത്തിന്റെ ആധാരം? വിശദാംശങ്ങൾ എന്താണ്? വിനീത, MK രാഘവനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്ന ആ ഘട്ടത്തിൽ തന്നെ ഈ വിമതപക്ഷം പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ കോഴ വാങ്ങിക്കൊണ്ടാണ് CPM പ്രവർത്തകരെ ആ കോളേജിൽ നിയമിച്ചത് എന്നുള്ള കാര്യമായിരുന്നു. അതിൻ്റെ രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ മുമ്പായി തന്നെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സർക്കാർ പ്രതിനിധിക്ക് ആ ഇൻ്റർവ്യൂ ഒരു ഉദ്യോഗാർത്ഥി നൽകിയിരിക്കുന്ന ഒരു കത്താണ്. അതായത് ടി വി നിതീഷ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി നൽകിയിരിക്കുന്ന ഒരു കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാൾക്കാർ, അതായത് MK ധനേഷ് അതോടൊപ്പം തന്നെ ഭരത് D പൊതുവാൾ എന്നീ രണ്ട് ഉദ്യോഗാർത്ഥികൾ കോഴ നൽകിയിട്ടുണ്ട്. ഈ കോഴ നൽകിയതിന് ശേഷമാണ് അവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. ഇവർക്ക് നിയമനം നൽകാൻ നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് നിയമനം നൽകുകയാണെങ്കിൽ ആ ഉത്തരവിൽ ഒപ്പുവെക്കരുത് എന്നുള്ള കാര്യം കൂടി ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒപ്പുവെക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കത്തിൽ നൽകുന്നത്. ഏതായാലും വലിയ തരത്തിൽ പ്രശ്നങ്ങളായി നിൽക്കുന്ന ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇത്തരമൊരു കത്ത് കൂടി വരുമ്പോൾ, കാരണം നേരത്തെ തന്നെ കോഴ നൽകിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് ഉതകുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, മാടായിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. MK രാഘവനെതിരെ ഇന്ന് വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ഒരു നീക്കം നടത്തുന്നു. അതോടൊപ്പം തന്നെ സാങ്കേതികതയിൽ ഊന്നിയാണ് MK രാഘവൻ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ ആ പ്രതിരോധത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിമതപക്ഷം മുന്നോട്ട് പോകുന്നത്. MK രാഘവനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കത്ത്, അതായത് കോഴ നൽകുന്നു, അത്തരത്തിൽ തങ്ങൾക്ക് വിവരമുണ്ട് എന്നതുൾപ്പെടെ വിശദമാക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വലിയ ചർച്ചയാവുകയാണ് ഈ നിയമന വിവാദത്തിൽ. കണ്ണൂർ DCCക്ക് ഏതായാലും കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രവർത്തകരുടെ വികാരത്തെ MK രാഘവൻ MP മാനിച്ചില്ല, നിയമനത്തിൽ വീഴ്ചയുണ്ടായി എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് DCC ഉയർത്തുന്നത്. KPCC നേതൃത്വത്തെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുടെ രാജി ഏതായാലും വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുടരുകയാണ്. മുതിർന്ന നേതാക്കൾക്ക് KPCC ചുമതല നൽകും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ.